നിങ്ങൾ നിൽക്കുന്നിടത്ത് വലിയ കാട് കയറിയല്ലേ? എല്ലാം പോയടി. ഇത് പാലാക്കാരുടെ എസ്റ്റേറ്റ്, പാലാ രൂപതയുടെ എസ്റ്റേറ്റ്. ഇത് ഒത്തിരി ഏക്കറുണ്ട്. ഇത് 10-600 ഏക്കറുണ്ടെന്നാ പറയുന്നത്. 600 ഇല്ല, 100. അതൊന്നും പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഇത് എസ്റ്റേറ്റുകാരുടെയാ. ഗ്രീൻ വാലി എസ്റ്റേറ്റ്. ഞാൻ വരുന്ന കാലത്ത് ഇവിടുത്തെ അച്ഛൻ നമ്മളുമായിട്ട് വലിയ സ്നേഹമായിരുന്നു. അപ്പച്ചൻ മരിക്കുമ്പോഴൊക്കെ ഇവിടെയാണ് വീട് ഇരുന്നത്. ഇവിടെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചത്. അതെ ഇവിടെ വീടിരുന്ന് വാഴയൊക്കെ ഉണ്ട്. വാഴയൊക്കെ ഉണ്ട്. അതെ, ഒന്നും കിട്ടും. വാഴ കൊല ഉണ്ടോന്ന് പോയി നോക്കണം. വേണ്ട. കൊലപ്പെട്ടല്ലോ. അജിയെ വിടാം. ആള് തരാനുണ്ടോ? അജിയെ വിട്ടാൽ നമുക്ക് കൂട്ടിക്കാം. നമ്മൾ ഇറങ്ങിയ നാട്ടുകാർ വന്ന് അവിടെ അത് വെട്ട ഇത് വെട്ട മറ്റേത് വെട്ട. ഇവിടെ കിണറുണ്ടോ? നല്ല കിണറും വെള്ളമുള്ള കിണർ. ഈ പ്ലാവ് വരിക്കപ്പില. ഇത് മധുരം, ഭയങ്കര മധുരമുള്ള ചക്ക. ഈ പ്ലാവ് എല്ലാം അമ്മച്ചി ഇതൊക്കെ എനിക്ക് തോന്നുന്നു 100 കൊല്ലം പഴക്കമുള്ള പ്ലാവാണുള്ളത്. അല്ല, അമ്മച്ചിയുടെ പ്രായം കാണും. അല്ലല്ല, ഇത് അതിനു മുമ്പുള്ളവര്. ഇത് 100 കൊല്ലം മേളിൽ പഴക്കമുള്ള പ്ലാവാണ്. വിളവായില്ല, ഒന്നും ആയില്ല. ഇടിഞ്ചക്ക പരിപാടി കിടക്കുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ട് ഈ പുറകോട്ടാ കിടക്കുന്ന. അങ്ങനെ ആ മരം കുറച്ച് ഒരു എല്ലാം അതിന് പുറകോട്ടുണ്ട്. ഇത് ഞങ്ങൾ 2 പേരുടെ പ്ലോട്ടായി. അമ്മമ്മയുടെ പുറകിലുണ്ട് 3 പേരുടെ പ്ലോട്ടുണ്ട്. 2-3 ഏക്കറോളം. ഈ സണ്ണി മാത്യു ചേട്ടന്റെ ഗേറ്റ്. അമ്മമ്മ മൂത്ത ചേട്ടന്റെ ബൈക്ക്. ആ ചേട്ടൻ എവിടെയാ? ചേട്ടൻ അമ്മാമ്മ അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവിടെ ഉണ്ട്. ആ ചേട്ടൻ വരാറുണ്ട്. ഇങ്ങനെ വന്നും പോയി നിൽക്കും. പണ്ട് ഇവിടെയൊക്കെ 1, 2, 3, 4-മത്തേതായിരുന്നു ഞങ്ങളുടെ വീട്. ഇഷ്ടംപോലെ വീടായിരുന്നു. ഇപ്പൊ 40ആയി. ഇതൊക്കെ പിന്നെ വന്ന് എല്ലാവരും 5 സെന്റും 10 സെന്റും. ഇത് പാലാ രൂപത ഡയോസിസിന്റെ ഏക്കർ വസ്തു. അത് അവരുടെ ഗേറ്റ് ആയി കാണുന്നത്. ഞങ്ങൾ അവരുടെ ബൗണ്ടറിയിലാണ്. അവിടെ അച്ഛന്മാരാണ് നോക്കുന്നത്. അച്ഛന്മാരും ശമാശന്മാരും. റൈറ്റ്. അപ്പം ആ അച്ഛന്മാരോട് ചെസ് കളിച്ചും ബാഡ്മിന്റൺ കളിച്ചു. ഞാൻ കോളേജ് കാലം മനസ്സിലായില്ല. കാത്തലിക്സ് അവിടെ. അതിലൊരാൾ ഏലിയുടെ മോനല്ലായിരുന്നോ? ഒന്ന് ഏലിയുടെ മോനാ. ഏലിയുടെ വീടാ ഇത്. നീളം കുറഞ്ഞ ഒരാൾ ഏലിയുടെ മോനല്ലേ? അതെ. ഇവര് ഇവിടെ 28 ഏക്കറോളം ബ്രിട്ടീഷുകാരുടെ ഭൂമിയായിരുന്നു. അത് അവരിട്ടിട്ട് പോയപ്പോൾ ഇവിടുത്തെ പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. ഒത്തിരി പേർക്ക് ഇതുപോലെ റോഡ് സൈഡിലൊക്കെ ഏക്കർ കണക്കിന് ഭൂമി കിട്ടി. പിന്നെ അത് ഒരുപാട് വിലകൾക്ക് കൊടുക്കാനും അവർക്ക് ആസറ്റായി. ഇവിടെ എൻ്റെ വീട് ഈ വളവിന്. കഴിഞ്ഞ ആഴ്ച അവിടെ വന്നേ. ഈ തെങ്ങ് നിൽക്കുന്നൊക്കെ നമ്മളൊക്കെ ബൗണ്ടറിയാണ്. നമ്മളന്ന് വന്ന വീട്. അല്ല, ഇവര് കളനാശിനി അടിച്ചാണ്. നമുക്ക് കൃഷിയൊന്നും ഇല്ലല്ലോ. കളാശ കടുപ്പം കൂട്ടി അടിച്ചാൽ നല്ലതായി. അത് ഈ ചെത്താൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പണിക്കൂലിയായി പോകും. വൃത്തിയാക്കിയിടണമെന്ന് ഞാൻ പറഞ്ഞേ. ഇവിടെ എല്ലാം ഈ റോഡ് സൈഡ് മുഴുവൻ ഈട്ടിയും ആഞ്ഞിലിയായിരുന്നു. കാരണം ഇത് വനപ്രദേശമായിരുന്നേ. എന്റെ ഓർമ്മയോ ഈട്ടി തടികള്. ഈ മാവൊക്കെ എല്ലാം ഗവൺമെന്റ്. 500 കൊല്ലം പഴക്കമുള്ള. പക്ഷെ അന്ന് നമ്മൾ വരുന്ന കാലത്ത് ഞാൻ നേരെ കറിച്ചാൽ നമുക്ക് അമ്പലം ഒന്ന് കണ്ടിട്ട് പോവാം. ഈ കവല മുകളിലോട്ട് നിന്ന്. കാരണം വണ്ടി ഇരുന്ന് കണ്ടാ മതിയേ. ചൂടാ. പുതിയ അമ്പലമാണോ അത് പഴയതാണോ? അമ്പലം 15 വർഷമായി. ഉദ്ദേശിക്കുന്ന അമ്പലമല്ല, മധുര മീനാക്ഷിയുടെ ഒപ്പം ഉണ്ട്. ക്ഷേത്രത്തിന്റെ അതേ മോഡൽ. അല്ല, അങ്ങനെ ഇവരൊത്തിരി അമ്പലങ്ങൾ ഇതുവഴി അറിയാം. എന്നാലും ഈ ഗ്രാമത്തിലാണ് അവര് അങ്ങനെ ഭയങ്കര ഇത്ര ഓടി രൂപ ചെലവായിക്കാണ്. അതോ തമിഴന്മാര് വന്ന് കൊത്തിയ കല്ലുകൾ മുഴുവൻ
അവിടുന്ന് കൊണ്ടുവന്നാ പറഞ്ഞേ തമിഴ്നാട് കൊത്തിയാവുന്ന മന്ദിര നക്ഷത്രം അങ്ങനെയാ, വലിയ പീസ് കൊത്തി കൊത്തി കയറ്റിയിരിക്കുന്നതാണ്. നല്ല വരുമാനമുണ്ട് ഇങ്ങനെയൊക്കെ പണിയിടുമ്പോഴേ. ജീവിതമെനിക്കെന്തിനു പള്ളി പോവല്ലേ കൂട്ടുകാരുണ്ടോ പള്ളിയില്? കൂട്ടുകാരൊക്കെ അടുത്തിരിക്കുന്നവരും ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ പുല്ല് പറിക്കാനൊക്കെ ഇങ്ങനെ നടന്നൊക്കെ ഈ ഭാഗത്ത് അതിൻ്റെ അപ്പുറമൊക്കെ അന്നൊക്കെ റബ്ബർ തോട്ടമാണ് മുഴുവൻ. പറിക്കാൻ എളുപ്പം, ചുവന്നോണ്ടുള്ള പോക്കാണ്. ഒത്തിരി ഒരു പിള്ളേർ ദിവസം പറഞ്ഞില്ലേ, ഈ കട്ടമ്പയറല്ലേ, ആ. ഈ കട്ടമ്പയറിന്റെ വിത്ത് പിള്ളേർ 1 കിലോയ്ക്ക് 1000 രൂപ ഉണങ്ങി. എന്തിനുള്ള എന്തിനാണോ അത് കടകളിൽ എടുക്കുന്നുണ്ട്. പയർ വിത്ത് എടുക്കപ്പെടുന്ന പറഞ്ഞ കടവഴി ബോർഡ് വെച്ചിട്ടേ, എന്നിട്ട് പിള്ളേര് സ്കൂൾ അടയ്ക്കുമ്പോൾ അവധിയുള്ള ദിവസം മൊത്തം ഉണ്ടല്ലോ, ഇത് പറിച്ചിട്ട് ഉണങ്ങിയിട്ട് അതിന്റെ വിത്ത് എടുത്ത് കൊടുത്ത 1000 രൂപ കിലോ വില ഉണ്ടെന്ന്. പക്ഷെ വല്ല പണി പിടിച്ച പണിയാ, ചെറിയ വിത്തല്ലേ ഇതിനെ എല്ലാം പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കണമെങ്കിൽ. റൈറ്റ് ലെഫ്റ്റോ? റബ്ബറുങ്കാ പറിക്കാലും കിട്ടുമായിരുന്നു. ലെഫ്റ്റ്, ശാന്തിപുരം മല്ലപ്പള്ളി. ശാന്തിപുരം ചെന്നിട്ട് നമുക്ക് നേരെ കയറി പോകണം. ഇവിടുന്ന് റൈറ്റ് ആയിരുന്നു. എല്ലാം മറന്നുപോയേ. എന്നും വരുന്നവർക്ക് വളർന്നു. അതെ അതെ, ഇതൊക്കെ പഴയ വീടുകളാണ്, പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നത്. 10 വിൽപ്പനയ്ക്ക് 13 സെന്റ്. ഈ ഒരു പ്ലോട്ടാന്ന് തോന്നുന്നു. ഇതൊന്നും മേടിക്കാൻ ഇവിടെ പിള്ളേരാരും ഇല്ല. അതെ, ഉള്ളത് തന്നെ ബാധ്യതയായിട്ടിരിക്കും. അന്നേരം വേറെ മേടിക്കുന്നത്. പണിയാരെയും കിട്ടില്ല. നമ്മൾ അതിനകത്തൊക്കെ റബ്ബർ ഉണ്ടായിരുന്നാണോ വീട്ടിൽ? നമ്മച്ചുള്ള കാലത്ത് നല്ല വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പം ഇടയ്ക്കൊക്കെ നിൽപ്പുണ്ട്. പണ്ട് പ്രായമായി കാണും. എൻ്റെ പറമ്പിലല്ല ഞാൻ കൊടുത്തായിരുന്നു. പണിയാൻ പറ്റാത്തതുകൊണ്ട് മുതൽ കൊടുത്തു. ആ പിന്നെ അല്ല, അതേ ഇപ്പുറത്തെ ആ വീട് വെച്ച സമയത്ത് അവർക്ക് ഇത് ഇങ്ങനെ കാടുപോലെ കിടക്കുന്നേ അലമ്പായിരുന്നു. ഈ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞാലാണ് കൂടുതലായിട്ട് പള്ളയും കാടും ഇതുപോലെ പടുപ്പ് കയറുന്നത്. പക്ഷെ റബ്ബർ നിന്ന് മരങ്ങൾ തിങ്ങി നിന്ന് ഇടയ്ക്ക് കാറ്റ് കയറാൻ നിൽക്കുവാണുണ്ടല്ലോ, പൊക്കമുള്ള പള്ളകളൊന്നും പിടിക്കില്ല, അടിക്കുള്ള കാടുകൾ മാത്രമേ കാണുള്ളൂ. അതാ പറഞ്ഞ പൊക്കമുള്ള കാടുകളൊന്നും വരില്ല, ചെറിയ കാടുകൾ മാത്രമേ വരുള്ളൂ. നടക്കുന്നത് തന്നെയല്ലേ, സൂര്യപ്രകാശം അടിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ, തണലുണ്ടെങ്കിൽ വലിയ സാധനങ്ങളൊന്നും കയറിയല്ല. നേരെ പോകണം നമുക്ക്. ഇതൊക്കെ ഇപ്രാവശ്യം കൊണ്ട് കൃഷി നിർത്തിയതാ. റബ്ബറൊന്നും കയറി കഴിഞ്ഞാൽ പിന്നെ പൈനാപ്പിൾ പരിപാടി നിർത്തും. ഇവിടെ എങ്ങനെ റബ്ബർ വെക്കാൻ വേണ്ടി കൊടുക്കും, പൈനാപ്പിൾ കൃഷി ചെയ്ത് റബ്ബർ വെച്ച് കൊടുക്കും. സ്ഥലം പാട്ടം കൊടുത്തരികയല്ല, പക്ഷെ റബ്ബറിന് എങ്ങോട്ട് റൈറ്റ് വെച്ചോ മോളിക്കോട്ടാണ്. അവരോടൊന്ന് ചോദിക്കണം, ഇതുവഴിയല്ലേ ക്ഷേത്രം എന്ന്. അങ്ങോട്ടാണോ? ആണോ? അത് അവരോടൊന്ന് ചോദിക്കാതെ. ഒരു ബോർഡ് ഉണ്ടായിരുന്നു അവിടെ, ക്ഷേത്രം എന്നും പറഞ്ഞു. മുന്നോട്ട് പോയിട്ട് അവിടെ ക്ഷേത്രത്തിൽ പോകുന്നില്ല. അമ്മാമ്മ ഞാൻ വിളിച്ചതാ, ഞാൻ ടിക്കറ്റ് എടുത്ത് തരാന്നൊക്കെ പറഞ്ഞതാ. പക്ഷേ ആ ലൈസൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അത് തന്നെ പിള്ളേരെ ഇട്ടിട്ടേ എന്ന് സ്കൂളിൽ നിന്നൊക്കെ എടുക്കാനേ. അടുത്ത യാത്ര ഓസ്ട്രേലിയക്ക് മതി. അവരൊന്ന് പോയി സെറ്റിലൊക്കെ ആവട്ടെ. നമുക്ക് വേണ്ട ആരോഗ്യം. അതെ.
നമ്മളും പ്രതീക്ഷിക്കും മലയുടെ മുകളിലാണെന്ന്, പക്ഷെങ്കിൽ അവരത് കുഴിയിലാണ് വെച്ചേക്കുന്നത്. അവിടെ നിന്ന് വരുന്നവരാണോ? ആയിരിക്കും അല്ലേ. ലക്ഷണം കണ്ടിട്ടുണ്ട്. അപ്പൊ തൊട്ട കൂറിയ ഇന്ന് ശിവരാത്രി അല്ലേ? ഇന്നാ ശിവരാത്രി. അതാ അപ്പം പെടുതലും എല്ലാം പിടിക്കട്ടെ. ഇന്നലത്തെ ശിവരാത്രിയുടെ അല്ല, പെരുന്നാളിന്റെ ഇന്നാ ശിവരാത്രി. അല്ലേ അല്ലേ? ഇത് പള്ളിയാ. ഇച്ചിരി കുഴിയാ. പള്ളി പെരുന്നാളാണ്. അതിൻ്റെ മുമ്പിൽ കൂടെ നമ്മൾ പോകുന്നത് താഴോട്ട് കുഴിയില്ല. ഈ കുഴി ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കണം. അതേണ്ടിതാ പരപ്പുകാട് ശ്രീ മഹാദേവ ക്ഷേത്രം. ഇത് ഇങ്ങോട്ട്. നീ ചോദിച്ചത് നന്നായി ശരി. പരപ്പുകാട് മഹാദേവി ക്ഷേത്രം. നമ്മള് പുറത്തുനിന്നുള്ള ആൾക്കാർ ചെല്ലുന്നത് കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഓ ഇല്ല, അകത്ത് കയറ്റത്തില്ല ക്ഷേത്രത്തിനകത്ത്. അവിടെ താഴെ ഇവിടെ കൊണ്ടുവച്ചത് അവരുടെ സ്വന്തം സ്ഥലത്തായിരിക്കും വെച്ചിരിക്കുന്നത്. അവിടെ ചേച്ചി ഇതുണ്ടല്ലോ, ഈ കല്ലൊക്കെ കണ്ടോ? ഇവിടെ ഉള്ള ആ മൂർത്തി ആരാണോ കേട്ടോ ചേച്ചി? ജയ്മോന്റെ കൂടെ വന്നിട്ടുണ്ട് വിറ്റത്തെ നമ്മൾ അകത്തൊന്നും കയറി ഞാൻ പറഞ്ഞില്ലേ മധുരത്തിൽ മീനാക്ഷി ക്ഷേത്രമാണ്. ഭയങ്കര 10 മണി തടി വല്ലതാണോ അത്? അല്ലല്ല കല്ല. ഇച്ചിരി മുന്നോട്ട് വാ. ഈ ലൈറ്റേലേ. ഓ, ഞാൻ എൻ്റെ കൂടെ ഒരു ഹിന്ദു പയ്യനെ കൊണ്ടുവന്നിട്ട് അവൻ അത്ഭുതപ്പെട്ടു പോയി ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന്. ഈ ഫോട്ടോ കണ്ട ആൾക്കാർ വിചാരിക്കും നമ്മൾ മധുര പോയിട്ട് വന്നു. ഇവിടെ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോഴേ തമിഴ്നാടാന്ന് ഉറക്കം. തമിഴ്നാട് ഇങ്ങനെ ആണല്ലോ കിടക്കുന്നത്. കരിങ്കല്ല് വെച്ചാ ബേസ്മെന്റ് അതെ അതെ അതെ. എവിടുന്നേലും കൊണ്ടുവന്ന പണിക്കാരായിട്ട് അല്ലാതെ അല്ലാതെ തീർച്ചയായിട്ടും ഇതൊക്കെ അന്യം നിന്ന് പോയ സാധനമാണ്. കപ്പത്തോട്ടം, കപ്പക്കാല. ക്ഷേത്രം പണിത് നോക്കുമ്പോൾ അവര് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി വർഷമായിട്ട് നിരോധിച്ചിരിക്കുന്നു. ഉണ്ടോ? അവിടെ ബോർഡ് വെച്ചത് അവിടെ അവര് കാണാൻ ഒരു പുള്ളി വിട്ടിരിപ്പുണ്ട്. ആ പുള്ളി കാണായിരുന്നു. അതെ, സ്ഥലമൊക്കെ ചെറിയ പൈസക്ക് കിട്ടി കാണും. സ്ഥലം അവരുടെ സ്ഥലമായിരിക്കും ഇത്. ഇത് മേടിക്കാൻ അവര് സ്ഥലത്തിനെന്താ വരെയാണ്. വാള് അപ്പുറത്ത് കണ്ടോ മതിൽ കിട്ടിയിട്ടുണ്ടോ ചേച്ചി? ആ മതിലിപ്പുറത്തേക്ക് പ്രൈവറ്റ് അല്ലേ? ആ മതിലിപ്പുറത്തേക്ക് അവരുടെ ആയിരിക്കും മിക്കവാറും. ആ സ്ഥലം മൊത്തം ഇതങ്ങ് ഈ കുന്നും മുഴുവൻ അവരുടെ ആയിരുന്നു. വലിയ ഫാമിലിയാണ്. ഇത്രയും പണിയണമെങ്കിൽ എന്നാ കാണിച്ചാലും ഇതൊരു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇന്നത്തെ പൈസ 10-50 കോടി ഇല്ലാതെ പണിയാൻ പറ്റില്ല. 50 ഇതിന്റെ ആ കൊത്തുകാരുടെ അല്ല കുറഞ്ഞത് ഇന്നത്തെ കാലത്ത്. ഇതൊക്കെ കോമ്പോട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉത്സവമൊക്കെ വരുമ്പം നിരപ്പാക്കി ഇടുന്നത്, ഈ പ്രോഗ്രാമൊക്കെ വരുമ്പോഴത്തേക്ക് നിരപ്പാക്കി ഇടുന്ന സ്ഥലം. അതുകൊണ്ട് ഇവിടെ വേറെ ഒന്നും കൃഷി ചെയ്യാത്തത്. സാധാരണ അമ്പലങ്ങളുടെ എല്ലാം പറമ്പ് ഇങ്ങനെ കപ്പ ഇടുവായിരുന്നു. എന്നിട്ട് ഉത്സവമൊക്കെ വരുമ്പോൾ നിരത്തി കടകളൊക്കെ വെക്കാൻ വേണ്ടിയൊക്കെ. അതെ അതെ, ലെഫ്റ്റ് എടുത്ത്. പക്ഷെ അതിന് ഇപ്പം ചിലപ്പോൾ അമ്മച്ചിയുടെ അവിടെ പോകണം ലിസിയുടെ. ഓക്കെ, കറിയച്ചാലും ഫ്രൂട്ട്സ് കഴിച്ചോണ്ട് അമ്മച്ചിക്ക് കൊടുക്കും. എന്നാലും കാണാൻ നല്ല രസമുണ്ടല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാല്ല അവിടെ അത്രയും ഒരെണ്ണം ഉണ്ടെന്നില്ലേ. സ്വപ്നത്തിൽ വിചാരിക്കാല്ല. അടുത്തില്ലായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഗ്രഹാതുരത്വം വരുന്നുണ്ടോ? ഓ, ഇവിടെ 3 വർഷം. അല്ലെങ്കിൽ സ്വന്തം നാട് കാണുമ്പോൾ ഗ്രഹാതുരത്വം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഫ്രൂട്ട്സ് കടയാണ്. കറിച്ചാലുണ്ട്. ഇവിടെയൊക്കെ വഴിയിലൊക്കെ ഓറഞ്ചുകാരൊക്കെ വഴി വെക്കുന്ന വണ്ടി മേടിച്ചാൽ മതിയോ? നല്ലല്ലേ അതും? പിന്നെ അത് മതി. അവരും കച്ചവടം നടത്തട്ടെ. നോക്കി മേടിക്കാം, നോക്കാം. നമ്മൾ ഒരാഴ്ചയായിട്ട് ഇവിടെ കറങ്ങുന്നോണ്ടേ പെട്ടെന്ന് കണ്ട ഒരു ഫീലിംഗ് ഇല്ല. ബട്ട് ഓക്കെ, വരുമ്പോ വരുന്നുണ്ടോ? അതെ അതെ, ആദ്യ തവണ കാണുമ്പോ ഉണ്ടല്ലോ എല്ലാം കൂടെ ചിന്തിക്കാൻ പോലും പറ്റിയ മറ്റേ ഡിപ്രഷൻ അടിച്ചു. ഡിപ്രഷൻ അടിച്ചു ഇത്ര നാളൊക്കെ. അതെ അതെ, ഞാൻ
മാസത്തിൽ ഒന്നെങ്കിലും വെച്ച് ചുമ്മാതാണെങ്കിലും നാട്ടിൽ വരെ പോകും. എന്നാലും അതെ അല്ലെങ്കിലും പറ്റൂല. അവിടെ ആരുണ്ട്? ബന്ധുക്കളൊക്കെ ഇല്ലേ? ബന്ധുക്കളൊന്നും കാണാൻ പോകുന്നില്ല. വെറുതെ അവിടെ പോയിട്ട് കൂട്ടുകാര് നമ്മുടെ സ്ഥലം മന്നന്ത് പത്മനാഭൻ്റെ ഞാൻ അന്ന് പറഞ്ഞാണല്ലോ, ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് ആദ്യകാലത്ത് കളിച്ചല്ലിൽ തുടങ്ങിയത് ഞങ്ങൾ ഈ ഗ്രൗണ്ടിലാണ്. അവിടെ പള്ളിയിലുള്ള ഒരു പയ്യന്റെ അവർ അബുദാബിയിലും ഉണ്ടായിരുന്നു. തിരിയേണ്ട സ്ഥലമൊന്നും ആയില്ല. ഒന്നും ആയില്ല. ഇതുവഴി ഇന്നാളി പോയി അകത്തോട്ടെ. പെൺകുട്ടി നാട്ടിൽ കാനഡ ഇന്നലെ നിങ്ങൾ ഇവിടെ കണ്ടി ഞാൻ കൊണ്ടുപോയിട്ടില്ല. അതെ ചേട്ടൻ്റെ അതുവഴി നമ്മൾ കോട്ടയത്തിന് പോയത്. അല്ല ഈ വണ്ടി അല്ലായിരുന്നു അല്ലേ? അല്ല ഞാൻ കഴിഞ്ഞ ദിവസം വന്നെന്ന് പറഞ്ഞില്ലേ ആ മത്സരത്തിന് ആ തൊട്ടപ്പുറത്താണ്. ശരി. ഞാൻ എന്നിട്ട് ഇവിടെ ഉച്ചയ്ക്ക് ചോറുണ്ട്, വീട്ടിൽ കടയിൽ വന്ന ചോറ്. ഓക്കെ. അപ്പൊ എൻ്റെ കൂടെ അല്ല വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ വന്നിട്ട് ഞാൻ ഓർത്തു. ഈ ഹോട്ടലിൽ വന്ന ഞാൻ ചോറുണ്ട്. തൊട്ടപ്പുറത്തായിരുന്നു മരിച്ചുവിടെ. ഞാൻ നിങ്ങളുടെ അന്നത്തെ പ്രോഗ്രാമിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നു. ഓ അതെ. പിന്നെ അന്നേരം 2:30 ആയിരുന്നു. 2:30 3 പെട്ടെന്ന് കിട്ടിയത് കടയിൽ കയറിയില്ലെങ്കിൽ പിന്നെ ചോറ് കിട്ടിയല്ലോ. വണ്ടിക്കാരൊന്നും കണ്ടില്ല, നമുക്ക് കടയിൽ തന്നെ നിർത്താം. ഇന്ന് ഞായറാഴ്ച അല്ലേ, ചിലപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും. ഇതല്ലേ ഫ്രൂട്ട്സ് കിടക്കാൻ. പക്ഷെ അതിൽ തണ്ണിമത്തം മാത്രമേ ഉള്ളൂ. തക്കാളിയും തണ്ണിമത്തം അതിന്റെ കോമ്പിനേഷൻ. അവൻ കിട്ടിയതൊക്കെ എടുത്തോണ്ട് ഇട്ടിരിക്കുന്നു. ആപ്പിള് ഓറഞ്ച് അല്ലേ? ആപ്പിള് കുഴപ്പമില്ല. നമ്മളിപ്പോ മുമ്പേ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ഓട്ടോയെ നിറച്ച് ഓറഞ്ച് നിങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എവിടെയോ കണ്ടത്. നമ്മള് നേരെയാണോ എവിടെ പോണ്ടേ? നേരെ അല്ല, ഇടത്തോട്ടടി. ചേലക്കൊമ്പിലല്ലോ, അത് ലിസിയുടെ അവിടെ അല്ലേ? ആ പിന്നെ അറിയാം. പക്ഷേ ഉണ്ടല്ലേ? ഓറഞ്ചും ആപ്പിളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മള് വേറെ കട തപ്പിയാലേ നല്ല ഓറഞ്ച്. പഴുത്ത ഓറഞ്ച് നോക്കി മേടിക്കാം. ആ മേളത്തെ കളറുള്ള